വെൽക്കം ടു മൈ ഡേ 9 ഓഫ് ഡെയിലി വ്ളോഗിങ് സീരീസ്. കാറിലാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് ദിവസം കാറിലാണ് ഇൻട്രോസ് എടുക്കണേ. വേറെ നല്ല കുറച്ച് പരിപാടികൾ, കുറച്ച് യാത്രകളുണ്ട്. ചിലപ്പോൾ രാവിലെ പോയി വൈകുന്നേരം വരില്ല. ഇപ്പോൾ അതുപോലെ തന്നെയാണ്. ചിലപ്പോൾ പിന്നെ അമ്മ വീട്ടിലേക്കാണ് പോണേ. ഫസ്റ്റ് എത്തി. അമ്മ വീട് പുത്തൻവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലമാണ്. തൃശ്ശൂരും എറണാകുളം ബോർഡർ ഷെയർ ചെയ്യുന്ന സ്ഥലത്താണ്. വീഡിയോ പെട്ടെന്ന് കട്ടായത് വേറെ ഒന്നുമല്ല, സ്റ്റോറേജ് ഫില്ലായി. ഇപ്പോൾ ഒരു ആൻറ്റിയുടെ വീട്ടിൽ പോയി, അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിയുള്ളൂ. അതിൻ്റെ അടുത്തുള്ളൊരു പാടത്ത് ഞാൻ വണ്ടി നിർത്തി. എപ്പോഴും കാറിൽ നിന്ന് കാണുന്നത് ബോറല്ലെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പുറത്തിറങ്ങി. അത്യാവശ്യം നല്ലൊരു സീനറിയുള്ളൊരു സ്ഥലമാണ്. പിന്നെ നമ്മുടെ ചെക്കനും ഇവിടെ കിടക്കാണ്. അങ്ങനെ ഇപ്പോൾ അടുത്ത ആൻറ്റിയുടെ വീട്ടിൽ പോകണം. എല്ലാവരും തൊട്ടടുത്തടുത്ത് തന്നെയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇവിടെ നിന്നൊരു പള്ളിയുണ്ട്, അതിൻ്റെ അടുത്താണ്. കാണാൻ പറ്റുമെന്നറിയില്ല. അവിടെ ഉണ്ടായാലും പള്ളി കാണാനില്ലല്ലോ. അവിടെ ഒരു പള്ളിയുണ്ട്. അവിടെയാണ് നമ്മുടെ ആൻറ്റിയുടെ വീട്. ഞാളെ പിക്ക് ചെയ്യണം. ആൾക്ക് വീഡിയോയിൽ വരാൻ താല്പര്യം ചോദിച്ചു നോക്കാം. അല്ലെങ്കിൽ പിന്നെ അമ്മ വീട്ടിലെത്തിയിട്ട് അവിടെ പയ്യന്മാർ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ ഇവിടെയാണ് ഈ രണ്ട് ആൻറ്റിമാരുടെ വീട്ടിലാണ് എപ്പോഴും മാറി മാറി നിൽക്കുക. വെക്കേഷൻ സമയത്തൊക്കെ ഇവിടെയൊക്കെ നമ്മൾ കളിച്ച് വളർന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ നടന്നുകൊണ്ടിരുന്ന വഴികളാണ്. കളിക്കാനും പിന്നെ ഈ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ആൻറ്റിയുടെ വീട്ടിൽ നമ്മൾ നടന്നൊക്കെ പോകാറുണ്ട്. പാടത്തിൻ്റെ കൂടെയൊക്കെ. പിന്നെ അവിടെ ഒരു തോടുണ്ട്, അവിടെയൊക്കെ നമ്മൾ കുളിക്കാനൊക്കെ പോകാറുണ്ട്. ഭയങ്കര ഓർമ്മയാണ് എല്ലാ കസിൻസും ആയിട്ടും. പിന്നെ എല്ലാവരും കല്യാണമൊക്കെ കഴിച്ച് പോയി. ഇപ്പോൾ കല്യാണം കഴിച്ചതിന് ആരും എൻ്റെ ചേച്ചി മാത്രമേ ഉള്ളൂ. ബാക്കി ഒരുവിധം എല്ലാവരും കല്യാണം കഴിച്ചു. കസിൻസൊക്കെ എല്ലാവർക്കും പിള്ളേരൊക്കെ ആയി. അപ്പോൾ ഇനി എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. എന്നോട് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് അമ്മ വീട്ടിലെത്തി നമ്മുടെ പിള്ളേരുടെ ഇപ്പോൾ കാഴ്ചകൾ കാണാം. അവരെന്തിട്ടൊക്കെ കാണിച്ച് കൂട്ടാവോ. ബിക്കോസ് അവർ എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്, ചേട്ടാ വരുമ്പോൾ വീഡിയോയിലൊക്കെ ഇടണം, പിന്നെ കുറേ തൂക്കും. ഇങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവന്മാർ നമ്മളെ സ്വന്തം കസിൻസും വീട്ടുകാരും നമ്മൾ പറയുമ്പോൾ ഭയങ്കരമായിട്ട് നോക്കും. ബാക്കി എന്ത് പറഞ്ഞാൽ നമ്മൾ കെയർ ചെയ്യാറില്ല. പക്ഷെ ഇവർ പറയുമ്പോൾ, നമ്മുടെ അനിയന്മാരൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ചമ്മലാണ്. നമ്മൾ കളിയാക്കും, നമുക്കൊന്നും പറയാനുണ്ടാവില്ല. നോക്കട്ടെ, ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മൾ അമ്മ വീട്ടിലെത്തിയായിരുന്നു. പിന്നെ ആൻറ്റീൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല. ബിക്കോസ് ഇതാണ് നമ്മുടെ ആൻറ്റിക്ക് ഭയങ്കര നാണം. ആൻറ്റി ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് അവിടെ നിന്നില്ല. ആൻറ്റീനെ പിക്ക് ചെയ്ത് ഇങ്ങോട്ട് പോന്നു. പിന്നെ നമ്മളൊരു പയ്യനുണ്ട്. മേലോ ഉണ്ടോന്നേ, ഇതാ നമ്മുടെ പയ്യൻ. ഒരു ഹായ് പറഞ്ഞേ. ഓക്കെ, നമ്മൾ ചെക്കനുണ്ട്. ചെക്കന് ഒന്നും വാങ്ങിച്ചില്ല. ചെക്കന് എന്തെങ്കിലും പോയി കടയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. ഒരു അനിയനും കൂടി ഉണ്ട്, അവൻ ട്യൂഷൻ. അവിടെ കുട്ടു എവിടെ പോയേ? കുട്ടു എനിക്ക് എന്നിട്ട് വേണ്ടേ? അവന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. എന്തെങ്കിലും കടി എന്തെങ്കിലും പോലെ ചായക്ക് എന്തെങ്കിലും വാങ്ങണം. അപ്പോൾ എന്തായാലും നമുക്ക് അവനോട് വന്നിട്ട് കാണാം. നമ്മുടെ പയ്യൻ മറ്റേ അനിയനെ വിളിക്കാൻ പോയി. തൊട്ടപ്പുറത്ത് തന്നെ വീട്. പിന്നെ ഇതൊക്കെ നമ്മൾ കളിച്ചു വളർന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ ഇതൊക്കെ ഒരു വലിയ പറമ്പായിരുന്നു. ഇപ്പോൾ വാഴയൊക്കെ വെച്ചു. പിന്നെ ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല, തൊട്ട് അപ്പുറത്ത് തന്നെ വീട്. അപ്പോൾ അവനെ വിളിക്കാൻ പോയിക്കാം. അപ്പോൾ അവനോട് വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവന് ക്ലാസ്സിലാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഒരു വീടുണ്ട്, അവിടെയൊക്കെയാണ് നമ്മൾ പണ്ട് കളിക്കാനൊക്കെ പോവാറ്. പിന്നെ ഇത് തറവാടായിരുന്നു, പൊളിച്ചിട്ട് പണിതു. ഇവിടെ എൻ്റെ അമ്മയുടെ ഇളയ ആങ്ങളയാണ് താമസിക്കുന്നത്. എൻ്റെ അപ്പുറത്ത് മൂത്ത ആങ്ങളാണ്. പിന്നെ ക്രിസ്മസിൻ്റെ ലൈറ്റും കാര്യങ്ങളൊന്നും വരില്ല. ആളൊരു ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് പെരുന്നാളിലൊക്കെ ഞാൻ അവിടെ നിന്ന് ലൈറ്റ് എടുക്കാറ്, ആളുണ്ടായി അങ്കിളുടേന്ന്. അപ്പോൾ അങ്ങനെ. പിന്നെ ഇവിടെ വലിയൊരു ബബ്ബിൾസ് നാരങ്ങ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ബബ്ബിൾസ് നാരങ്ങ നമ്മൾ ഇവിടെ വരുമ്പോൾ ബബ്ബിൾസ് നാരങ്ങ കിട്ടുക, കടയിൽ നിന്ന് വാങ്ങാറില്ല. അപ്പോൾ അതൊക്കെ വരും. പിന്നെ ഇവിടെ ഒരു പേരമരമുണ്ടായിരുന്നു. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, മരത്തുമ്മ കയറുന്നുണ്ട്. അപ്പോൾ പേരമരത്തുമ്മയാണ്. എല്ലാ കസിൻസും മരത്തുമ്മ കയറും. ഞാനായിരിക്കും ഡ്രൈവർ. എന്നിട്ട് നമ്മൾ വണ്ടി ഓടിക്കും. ഭയങ്കര ഓർമ്മകളവിടെ. പിന്നെ അവിടെ ആ ഒരു മൂലയ്ക്കാണ് നമ്മൾ കുട്ടിപ്പേര കെട്ടാന്ന് പറയില്ലേ, ഈ വീട് കെട്ടിയിട്ട് നമ്മൾ താമസിച്ചിട്ട് അങ്ങനെ പരിപാടികളൊക്കെ, അതൊക്കെ അവിടെയാണ്. ബിക്കോസ് ഞാനാണ് ഏറ്റവും ഇളയത്. ഇപ്പോൾ നമ്മുടെ അങ്കിൾമാർക്കുണ്ട്, അവർ വരുന്നതിന് മുമ്പ് ഞാനാണ് ഏറ്റവും ഇളയത്. അപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ ഒരു ആൺതരി ഞാനായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു. എന്തായാലും അവൻ വരട്ടെ. അവനാണെങ്കിൽ എപ്പോഴും എന്ത് പറഞ്ഞ ചേട്ടാ വീഡിയോ വരുമ്പോൾ വീഡിയോ എടുക്കണം. പിന്നെ അവനൊക്കെ മോട്ടിവേഷൻ കേട്ടോ. ഇപ്പോൾ ഇവനല്ല, ഇപ്പോൾ വരാൻ പോണവൻ വരട്ടെ. വന്നു തോന്നുന്നു, നോക്കട്ടെ. ഇവൻ വിളിക്കാൻ വേണ്ടി വന്നില്ല. അവൻ എന്താ പറഞ്ഞതെന്ന്? അപ്പോൾ ഉറങ്ങാൻ പോകാന്ന് പറഞ്ഞു. ഇതാണ് അങ്കിളുടെ വീട്. ഇതാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ആ കാണുന്നതാണ് ആ അച്ഛയുടെ വീട്. ഇത് മൂത്ത ആളുടെ വീട്. അപ്പോൾ ഇത്രയും ദൂരമേ ഉള്ളൂ. നമ്മളെപ്പോഴും ഓടി കളിക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. എന്തായാലും നമുക്ക് അവനെ ഉറക്കത്തിന് എഴുന്നേൽപ്പിക്കാം. അവനെ ഉറങ്ങാമെന്ന് പറഞ്ഞു. ഉറങ്ങുന്നല്ലേ, ഫോൺ നോക്കിയിരിക്കുകയായിരിക്കും. അവനെ ഉറക്കത്തിന് എഴുന്നേൽപ്പിക്കാം. കള്ളൻ അവനെ മടി അങ്ങോട്ട് വരാൻ. നമ്മുടെ അനിയൻ
പറ കണ്ടാ ഇതാണ് പ്രശ്നം ഒക്കെ ഗിരാതി പപ്പയോ എന്ത് അങ്ങൾക്ക് കറക്റ്റൻ്റെ പരിപാടിയാണ് അപ്പം അങ്ങള് ഷോപ്പിലാണ് അങ്ങനെ അങ്ങോട്ട് ഒന്ന് പോവാം അപ്പം ഇതാണ് എൻ്റെ വീട് പിന്നെ 2 ജർമ്മൻഷിപ്പാടുണ്ട് പട്ടിയില്ലേ അവിടെ 2 പട്ടി ഉണ്ടായാ 2 പട്ടി ഉണ്ടായിരുന്നു ഒരെണ്ണം ചത്തു ഇതിൻ്റെ പേര് എന്തിട്ടാ ഉറക്കെ പറ അവനെ തല്ലാൻ പോയപ്പോൾ കുറച്ചാണ് അതാണ് പട്ടിയോട് ഭയങ്കര സ്നേഹം എന്നല്ലെങ്കിൽ അവൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് പോയിട്ട് പോകും നമുക്ക് നമ്മളെ അങ്കളുടെ കടയാണിത് ഇവിടെ കണ്ട കറക്റ്റൻ കടയുണ്ട് അങ്കൾ കൂടി ഉണ്ട് ഇതേ പോകണം അങ്കള് പിന്നെ ഇവിടെ ഒരു പുളിമരം ഉണ്ട് അപ്പോൾ നമ്മളെപ്പോൾ വന്നാലും ഈ പുളിമരത്തിൽ നിന്നാണ് ബിക്കോസ് രാവിലെ നോക്കുമ്പോൾ മഴക്കാലത്തേക്ക് ഇപ്പോഴും വെക്കേഷൻ ഉണ്ടാവുക അപ്പോൾ കാറ്റത്ത് പുളി വീഴും നമ്മളിവിടെ നിന്ന് പറക്കി വീഴും ഇപ്പോഴും പുളി കിടക്കുന്നുണ്ട് ഇവിടെ കടാ നമ്മളിങ്ങനെ പറക്കി തിന്നാറ് അത് ഭയങ്കര നൊസ്റ്റാൾജിയ പിന്നെ അതുപോലെ ഇവിടെയും അതുപോലെ തന്നെ പാടുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ പണ്ടൊക്കെ ഇവിടെ വീടുകളൊന്നും ഇല്ലായിരുന്നു ഈ വീടും പിന്നെ അവിടെ ഒരു വീടുകളും ഈ വീട് മാത്രമേ ഉണ്ടായുള്ളൂ ഇപ്പോൾ ഇവിടെ ഒരു വീടായിട്ടുണ്ട് നമ്മൾ കളിക്കുന്ന സ്ഥലങ്ങളായിരുന്നു ഇപ്പോൾ അവിടെയൊക്കെ വീട് വന്നു പിന്നെ അങ്കിള് പണ്ട് ഒരു നിലയിലായിരുന്നു മുകളിലായി നമ്മൾ ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ മുകളിൽ വീടായി മാറ്റങ്ങളായി കണ്ട ഫുഡ് അടിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ സുന്ദരനായിട്ട് വരുന്ന വന്നത് കണ്ട ഏതാണ്ട് ഫുട്ബോൾ കളിക്കാൻ പോണ പോലെയാണ് അങ്ങനെ ഇപ്പം എന്തായാലും നമ്മളിപ്പോൾ ചായക്കുള്ള കടി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് തരാം ഇവനും വലിയൊരു ഇൻ്റർവേട്ടാണ് നമ്മൾ കാർ എടുത്തില്ല നടന്നു പോന്നു ഇവിടെ എന്തെങ്കിലും കടിക്കുകൾ വേണം നമ്മളെപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളാണ് ഇങ്ങോട്ട് വരാം അപ്പോൾ എപ്പോഴും ഒരു ശീലമുള്ളതെന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ ലേസോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിടും ഇവന്മാർക്കൊക്കെ ഇതൊക്കെ ചെറുതായിരുന്നു അപ്പോൾ വലിയ പിള്ളേരെ ഇപ്പോൾ പഴംപൊരി ഇതൊന്നും വേണ്ട ഇവന്മാർക്ക് KFC മന്തിയൊക്കെ മതി പക്ഷെ നമ്മളെല്ലാം പപ്സിലും സമൂസയിലും ഒതുക്കും ഇവിടുത്തെ ആ കടയിൽ നമ്മൾ പോവാറ് എന്തായാലും എന്നിട്ടുള്ളത് നോക്കാം പിന്നെ എൻ്റെ അവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇതാണ് പുത്തുമേലിക്കര ടൗൺ ഇത് 4 വഴി എന്ന് പറയാം അല്ലെ 4 വഴി എന്നല്ലേ പറയാം 4 വഴി എന്ന് പറയാം നേരെ മാള ഇങ്ങോട്ട് പറവൂര് എറണാകുളം അങ്ങനെ പോവാം ഇങ്ങോട്ട് കൊടുങ്ങല്ലൂർ ആ സൈഡിലേക്ക് പോവാം പിന്നെ ഇതുകൂടി എറണാകുളമൊക്കെ പോവാം അങ്ങനെ എന്തായാലും വാങ്ങട്ടെ സാധനങ്ങൾ വാങ്ങിച്ചു കടികൾ പരിപ്പോടെയും സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത് പിന്നെ ഉമ്മാർക്കും മാവ് വാങ്ങിച്ചു കൊടുത്തു വേറെ ഒന്നും വേണ്ടത് മിഠായൊന്നും വേണ്ട പിള്ളേരൊക്കെ വളർന്നു വലിയ സാധനം മുളിക്കപ്പെട്ടി പിന്നെ എൻ്റെ അങ്കിളെങ്കിൽ ഇളയ അങ്കിളും എൻ്റെ വരണം അങ്ങനെ പിന്നെ ഇപ്പോൾ ഇതൊക്കെ എന്നോട് ആരും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇല്ല പിന്നെ ഇവൻ്റെ ചേട്ടനുണ്ട് അവൻ ഇടുക്കിയിലും പിന്നെ ചേച്ചി കൊല്ലത്തും നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെയെങ്കിൽ എന്തായാലും നമുക്ക് നോക്കട്ടെ ഇങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉമ്മാരെല്ലാം കോമഡിയിൽ നമുക്ക് കാണാം കണ്ട ഇതാണ് മെയിൻ ഹോബി ഞാൻ പറഞ്ഞില്ലേ സൈക്കോളൊക്കെ ഒരുപണ്ട് നമ്മളെവിടെ വെച്ചാലും കണ്ടന്റ് നമുക്ക് ഇപ്പോൾ മനസ്സിലായി കണ്ടന്റ് ക്രിയേഷൻ പാടാണ് പക്ഷേ നമുക്കിങ്ങനെ പോവുകയാണെങ്കിൽ കണ്ടോ ചീറ്റിപ്പോയി കണ്ടന്റ് ഓരോണ്ട് നീ കുടിച്ചില്ലേ ഇതാണ് കുടിച്ചിട്ടില്ല ഇങ്ങനെ അതും പൊട്ടിക്കും ഞാനിപ്പോൾ ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ മനസ്സിലായ കേസ് പറയുന്നത് നമ്മൾ ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഇപ്പോൾ സറൗണ്ടിങ്ങിൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കണ്ടൻറ്റും കിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ടാവും പിന്നെ പക്ഷേ ലാറ്റുവലായിരുന്നപ്പോൾ എന്തോ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷനായിരുന്നു ബിക്കോസ് വേറെ ഒന്നുമില്ല നമ്മൾ രാവിലെ വരുന്നു രാവിലെ എഴുന്നേൽക്കുന്നു ജോലിക്ക് പോകുന്നു പിന്നെ 12 മണിക്ക് വരും അല്ലെങ്കിൽ 10 മണിക്ക് വരും പിന്നെ കിടന്നുറങ്ങും പിന്നെ ക്ലാസ്സിൽ വന്നു ആ ഒരു ഷെഡ്യൂൾ തന്നെയാണ് പക്ഷേ അവിടെ കാണാൻ കുറച്ച് സ്ഥലമുണ്ട് ഒന്നും പോയിട്ടില്ല കുറച്ച് ദിവസമായിട്ടുള്ളൂ കണ്ട തല്ല് പിടിക്കണ രണ്ടെണ്ണം കൂടി അതെന്തിനു തല്ല് പിടിക്കണമെന്ന് വെച്ചാൽ അവൻ കുടിച്ച് തീർത്തിട്ട് അവനത് പൊട്ടിക്കാൻ വേണ്ടിയാണ് കണ്ട ഗൈസ് നമ്മുടെ വ്ളോഗ് കാണാണ് ഇതാണ് മൂമെൻറ്റ് അല്ലാതെ ട്രോളാൻ വേണ്ടി കാണുന്നതാ പിന്നെ ഫുഡ് അടിച്ചു തുടങ്ങി എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഒരു വ്ളോഗ് കണ്ടോണ്ടിരിക്കാം പയ്യനവിടെ ഇരുന്നു നമ്മളിവിടെ നിന്ന് ഇറങ്ങാം കുറേ സംസാരിച്ചായിരുന്നു പിന്നെ ഒരു വീഡിയോയിൽ വരെ ഭയങ്കര മടിയാന്ന് പറഞ്ഞേ അപ്പോൾ ബൈ പറഞ്ഞേ അപ്പം ഇനി ലൈറ്റ് ഓൺ ആക്കി അവൻ ലൈറ്റ് ഓഫ് ചെയ്തേ ഇനി നേരെ എറണാകുളത്തേക്കാണ് നമ്മുടെ അശ്വിനുണ്ട് ജിസുദ്ദുള്ള അപ്പോൾ അവൻ്റെ വീട്ടിലാണ് ഇന്ന് സ്റ്റേ പിന്നെ നാളെ രാവിലെ വീട്ടിലേക്ക് അപ്പോൾ ബൈ പറഞ്ഞേ അപ്പോൾ നമ്മുടെ അവനെ വീട്ടിലാക്കണം അപ്പോൾ ഇനി എന്തായാലും എറണാകുളത്ത് എത്തിയിട്ട് കാണാം ഗൈസ് നമ്മൾ അശ്വിൻ്റെ വീട്ടിലെത്തിയായിരുന്നു ഇപ്പോൾ എത്തുള്ളൂ പിന്നെ ചെന്നപ്പന്നെ പ്രാർത്ഥനയായിരുന്നു പിന്നെ അതൊന്നും എടുക്കാൻ പറ്റില്ല പ്രാർത്ഥനയ്ക്കിരുന്നു ഇനി ഡ്രസ്സ് മാറിയിട്ട് പോകണം നമുക്ക് നോബിളേൻ്റെ അടുത്ത് പോകണം പിന്നെ പറഞ്ഞ പോലെ ചേച്ചിയുടെ സർട്ടിഫിക്കറ്റ്സ് കളക്ട് ചെയ്യണം
അപ്പോൾ ഇതാണ് അശ്വിൻ. സബ്സ്ക്രൈബേഴ്സിനോട് എന്ത് പറയാനുള്ളത്? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതൊക്കെ നമ്മുടെ കറക്റ്റ് മോട്ടിവേഷനാണ്. അപ്പോൾ എന്തായാലും ഇനി പോവല്ലേ, ഡ്രസ്സ് മാറിയിട്ട് പോകണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോബിളാൻ്റെ ഉള്ളിലെത്തി. ചേട്ടൻ മോളി പോ കാക്കനാടാണ് നിൽക്കണേ. ദേ ഹായ് പറഞ്ഞേ. അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ ഉള്ളിൽ, ഇത് ചേട്ടൻ്റെ ഫ്ലാറ്റാണ്. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ഇതാളുടെ മോള്, ഇതാളുടെ മോൻ. വന്നേ ഹായ് പറഞ്ഞേ വീഡിയോയിൽ. അത്ര വേണ്ട, ഹായ് പറഞ്ഞേ. ഹായ്, പേര് പറഞ്ഞേ. നിന്റെ സീന കുറുമ്പ കുറച്ച്. എന്തായാലും ഇവിടെ ഇതെങ്ങനെയാ നോക്കിയിട്ട് വരാം. സീന നമ്മളിപ്പോൾ ചാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ലാസ്റ്റ് ക്ലിപ്പിലെ അതാണ് കണ്ട, നേരത്തെ ക്ലിപ്പിൽ പിള്ളേരുടെ കണ്ടില്ലേ, സെയിം പരിപാടി തന്നെ അശ്വിനും. ഇപ്പം നമ്മൾ പോകുന്നതേ, നമ്മൾ കാക്കനാട് ഒരു ചേച്ചിയുടെ വീട്ടിലേക്കാണ്. എൻ്റെ ചേച്ചിയുടെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ പണി നടന്നിട്ടുണ്ടെങ്കിൽ മെട്രോ പണിയായിരിക്കും അല്ലേ ചേട്ടാ? ഒന്ന് കാണിച്ചു കൊടുത്തേ. അതെ, മെട്രോ. ഇത് പിങ്ക് ലൈനാണെന്ന് തോന്നുന്നു അല്ലേ? പിങ്ക് ലൈനാണോ ചേട്ടാ? ചേട്ടനറിയില്ല, ചേട്ടനിലൂടെ ജീവിക്കണേ. ഇവിടെ ഏതോ ലൈനാണ്, എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കുന്നത് നോവലാണ്. ചേട്ടൻ കാണിച്ചു കൊടുത്തേ. തിരികെ എൻ്റെ ട്രാൻസിഷൻ എടുക്ക്. ഓ, ട്രാൻസിഷൻ തെറ്റി, അത് തെറ്റിപ്പോയി. അങ്ങനെയല്ല, ഞാൻ പിടിക്കുന്നത് കാണിച്ചു കൊടുത്താം. അപ്പോൾ എന്തായാലും ഇനി അത് കളക്ട് ചെയ്തിട്ട് ഫുഡ് കഴിക്കണം. ഇപ്പോൾ ഒരു പല കടയും പറയുന്നുണ്ട്, ഏതെങ്കിലും കടയിൽ പോയി ഒന്ന് ഭക്ഷണം കഴിക്കണം. അതെൻ്റെ ചിലവ്, അങ്ങനെയാണ് പറയണേ. ഞാൻ അശ്വിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കും. പക്ഷേ അപ്പോൾ എന്തായാലും ഇനി അത് കളക്ട് ചെയ്യാം. അവിടെ എന്തായാലും വീഡിയോ എടുക്കൽ നടക്കില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഹോട്ടലെതിരി കാണാം. അപ്പോൾ ബൈ. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് സ്റ്റിക്ക് എന്ന് പറഞ്ഞ ചൈനീസ് ഹോട്ടലാണ് വന്നത്. അവിടെ എന്തായാലും ഇവിടെ ചൈനീസ് ഐറ്റം മതി എന്നാണ് എന്നോട് പറഞ്ഞത്. എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. എന്നിട്ടൊക്കെ കുറേ നാളെ പിന്നെ ചൈനീസ് ഞാൻ കഴിച്ചില്ല. അവിടെ പോയതുകൊണ്ട് ചൈനീസ് കഴിച്ചില്ലല്ലോ. ഇവരും പിന്നെ കുറേ നാളേക്കായിരുന്നു പറയാം. അതായത് നോക്കാം. നമ്മൾ ഇവിടെ എത്തിയായിരുന്നു. ഓർഡറിങ് പരിപാടിയിലാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്. എന്താ ഓർഡർ ചെയ്യാൻ പോകണമെന്ന് അറിയില്ല. മുടിപ്പിക്കില്ലേന്ന് വലിയ പ്ലാനിങ് ആണ്. 2 കൂടി. പിന്നെ നമ്മുടെ പാവം സാവിയോ കൂടെ ഉണ്ട്. ഹായ് പറഞ്ഞ സാവിയോ. പാവം പയ്യ. എന്തായാലും എന്തൊക്കെയാണ് ഓർഡർ ചെയ്യണമെന്ന് നോക്കാം നമുക്ക്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഓർഡർ ചെയ്യുന്നതായിട്ടില്ലേ? ചൈനീസാണ് കണ്ടോ. ചോപ്പ് സ്റ്റിക്ക് ഉപയോഗിച്ചൊക്കെ എന്തൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളിത് പൊട്ടിച്ചു. നമ്മൾ സ്റ്റോപ്പ് സ്റ്റിക്ക് വെച്ചിട്ടാണ് ഫുഡ് കഴിക്കണ്ടേ. കൂടെ നമ്മുടെ ഇതുണ്ട്, നമ്മുടെ ട്യൂട്ടോറിയൽ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ പറയുന്നത് ഇങ്ങനെ ആദ്യം കൈ എടുത്തിട്ട് ഫസ്റ്റ് ഇതോടെ വയ്ക്കണം, എൻ്റെ 2ാമത് ഇവിടെ വയ്ക്കണം, എന്നിട്ട് ഇങ്ങനെ മടക്കണം എന്നൊക്കെയാണ് പറയണേ. ഇതിൻ്റെ ശരിയായ പയ്യൻ്റെ ശരിയായി തോന്നുന്നു. പയ്യനെ കാണിച്ചു കൊടുത്തേ. നടക്കുമോയെന്നറിയില്ല. പക്ഷെ നമുക്ക് സ്പൂണും ഇതുണ്ട്. നമുക്ക് അതിൽ ഫസ്റ്റ് കഴിക്കാം. അതല്ലത് അതിനൊക്കെ നിലത്ത് ക്യാൻഡിലൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചൈനീസ് വൈബാണ്. അത് ഇങ്ങനെയാണോ? ഇങ്ങനെയാണോ? നമ്മളപ്പോൾ മോമോസ് ആണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്. മോമോസ് മോമോസും പിന്നെ ഇതെന്താടാ, എന്തോ ഡ്രാഗൺ പിഗ്ഗോ അങ്ങനെ എന്തോ ആണ്. പിന്നെ ഒരു സലാഡ് ഉണ്ട്. പിന്നെ വേറെ എന്തോ റൈസാണ് നമ്മൾ പറഞ്ഞേക്കണേ. റൈസും നൂഡിൽസും പിന്നെ എല്ലാ ഇടയിലെ 2 എന്തൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്, മറന്നുപോയെന്ന് തോന്നുന്നു. എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തരാം. അപ്പോൾ ഗൈസ് കുറച്ച് ഡിഷും കാര്യങ്ങളൊക്കെ വന്നത് നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഫുഡ് കഴിക്കേണ്ട തിരക്കിൽ ഇങ്ങനെ പോയി. അറിയില്ല, ഫുഡ് കണ്ടാൽ നമ്മളൊക്കെ മറക്കുന്നു. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി. അവിടെയാണ് കട. നമ്മൾ വ്ളോഗ് എൻഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വല്ലൊരു ബായ് പറഞ്ഞേ. ബായ്.